കോഴിക്കോട് മായനാട് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി 20-കാരനായ സൂരജാണ് കൊല്ലപ്പെട്ടത്. കോളേജിലെ പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ മനോജ്, മക്കളായ അജയ്, വിജയ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. 20-ലധികം പേരാണ് സൂരജിനെ മർദ്ദിച്ചത് എന്ന് ദൃക്സാക്ഷികൾ 24-നോട് പറഞ്ഞു. തല്ലുണ്ടാകുന്നവരോ അച്ഛനും മക്കളും കൂടെ വന്നിട്ടാണ് നിങ്ങൾ തച്ച് തീർത്തോളി എന്നുള്ള രീതിയിലാണ് അച്ഛൻ വന്നിട്ട് തന്നെ പറയാണ്, നിങ്ങൾ തച്ച് തീർത്തോളി, ഞങ്ങളെ കുട്ടികൾ റെഡിയാണെന്ന് അവൻ്റെ അച്ഛൻ തന്നെ വന്ന് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞത് ഒരു 10-25 ആൾക്കാർ വന്നിട്ട് ഒരാളെ പിടിച്ചിട്ട് ഉള്ളിലെ കൊണ്ടുപോയിട്ട് എല്ലാരും കൂടെ അടിച്ചാൽ സൂരജ് എന്ന ആളെ നിലത്തിട്ട് ഫുള്ള് ചവിട്ടി കൂട്ടിയത്. ഞങ്ങളപ്പോ അവിടെ ഇല്ല, അതാണ് പ്രശ്നം. ഞങ്ങളൊക്കെ പുറത്തേന്. കുറച്ചാൾക്ക് വലിയ 2-3 ആൾക്കാർ അവിടെ ഉള്ളായിരുന്നു, ബാക്കി ഞങ്ങൾ എല്ലാവരും പുറത്തായിരുന്നു. ഇങ്ങോട്ട് കടത്തി വിട്ടിട്ടില്ല, ആൾക്കാർ പിടിച്ചേക്കാനി ബാക്കി ഒരു 5 ആൾ ചേർന്നിട്ട് അവനിട്ട് നിലത്തിട്ട് ചവിട്ടി കൂട്ടുകയും ചെയ്യും. ഈ രാത്രി ഇട്ടായ മുഖമൊന്നും അത്ര വ്യക്തമില്ല, എന്നാലും കുറച്ച് ആൾക്കാരുണ്ട്. നല്ല പ്രായമുള്ളവരും അതിൽ വന്നിരിക്കുന്നത്. കുട്ടികൾ ചെറിയ ചെക്കന്മാർ മാത്രമല്ല, നല്ല അച്ഛന്മാരും പിന്നെ പോലെ ഏട്ടന്മാരും നല്ല പ്രായമുള്ള ആൾക്കാർ എല്ലാവരും വന്നിട്ട് അടിച്ചു. എല്ലാവരും കൂടി അടിച്ചു. ഇന്ന് പുലർച്ചെയോടെ പ്രതികളുടെ വീടിന് നേരെ ആക്രമണമുണ്ടായി. ജനലുകളും കാറും അടിച്ചു തകർത്തു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഒരു ആൾക്കൂട്ടാക്രമണം, അതിനെ തുടർന്നുണ്ടായ കൊലപാതകം എന്ന തരത്തിലേക്കല്ലേ നമ്മളിതിനെ കാണേണ്ടത്? ഒപ്പം പ്രതികളുടെ വീടിന് നേരേക്കുള്ള ആക്രമണം ഉണ്ടാവുകയാണ്. സ്ഥലത്തെ ഒരു നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? അനുജ, നിസ്സാരമായ ചില പ്രശ്നങ്ങളാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. സൂരജിനെ ഇന്നലെ രാത്രി ഏതാണ്ട് 11:30 മണി സമയത്താണ് ഇവർ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതും തുടർന്ന് സൂരജ് കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരം ഇങ്ങനെയാണ്. സൂരജിന്റെ സുഹൃത്ത് സമീപത്തെ ഒരു കോളേജിൽ പഠിക്കുന്നുണ്ട്. ഈ സുഹൃത്ത് ഈ പ്രതികളുമായി ചില പ്രശ്നങ്ങൾ ആ കോളേജിൽ വെച്ചുണ്ടാകുന്നു. അതിൽ ഈ സൂരജ് ഇടപെട്ടതാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് നയിക്കാൻ ഇടയായത്, ഇത്തരമൊരു ആൾക്കൂട്ട മർദ്ദനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ ഈ പ്രദേശത്തുള്ള പാലക്കോട്ടുകാവിൽ ഒരു ഉത്സവം, പാലക്കോട്ടുകാവിലെ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇവിടേക്ക് എത്തിയ ഈ പ്രതികൾ. അത് 20-ലധികം പേരുണ്ട് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അവർ സൂരജിനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇത് മർദ്ദിക്കാനാണ് എന്നറിയാത്ത സൂരജ് അവർക്കൊപ്പം പോകുന്നു. തുടർന്ന് ഇവിടെ എത്തിയ ശേഷം സൂരജിനെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. വാരിയെല്ലുകൾ ഉൾപ്പെടെ തകരുന്ന നിലയിലേക്ക് സാഹചര്യം മാറി. സൂരജിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോൾ 3 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 18ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മനോജ്, ഈ പ്രദേശവാസി തന്നെയായ മനോജ്, ഇയാളുടെ മക്കളായ വിജയ്, അജയ് എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പ്രതികളുടെ വീടാണ്. ഈ പ്രതികളുടെ വീടിന് നേരെ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ, അതായത് ഇന്ന് പുലർച്ചെയോടെയാണ് ആക്രമണം ഉണ്ടായത്. വീടിന്റെ ജനൽ തന്നെ കാറിന്റെ ചില്ലുകളും കുറെ പേർ ചേർന്ന് 10-20 പേർ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന ആരോപണം ഉയർന്നു.